മാറ്റിയില്ല പാതിരാവും മാറ്റിയില്ല പട്ടിണിയും മാറ്റിയില്ല പാതിരാവും മാറ്റിയില്ല പട്ടിണിയും മാറ്റിയില്ല പാതിരാവും മാറ്റിയില്ല നിത്യതപോ മണ്ഡലത്തിൽ അന്തരാക്കി നമ്മളെ നിത്യതപോ മണ്ഡലത്തിൽ അന്തരാക്കി നമ്മളെ നിത്യതപോ മണ്ഡലത്തിൽ അന്തരാക്കി നമ്മളെ നിത്യതപോ മണ്ഡലത്തിൽ അന്തരാക്കി നമ്മളെ ഈ വിശപ്പു മാറ്റുവാൻ ഈ തളർച്ച മാറ്റുവാൻ 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 പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ സമരകേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സമരത്തിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ നമ്മോട് സംസാരിക്കുന്നതാണ്. സർ, ഇപ്പോൾ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് സമരത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു തണുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? തണുപ്പോ? അവധി പ്രഖ്യാപിച്ചതൊന്നും ഈ സമരത്തിന് ബാധകമല്ല. ഇത് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിനോടുള്ള എന്തോ വിരോധം കൊണ്ടല്ല. മുഖ്യമന്ത്രി രാജിവെച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് സെക്രട്ടറി ഇപ്പോൾ ഒരു ദിവസം പൂട്ടിയിട്ടു 2 ദിവസം പൂട്ടിയിട്ടു എന്നുള്ളത് കൊണ്ടൊന്നും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. പൂട്ടിയിട്ട സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നതിൻ്റെ ഒരു അർത്ഥമില്ലായ്മയില്ലേ? ഉപരോധമല്ലല്ലോ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആളുകൾ സമരം ചെയ്യുന്ന മാത്രമല്ലേ ഉള്ളൂ. ഉപരോധം അവർ തന്നെ പൂട്ടിയിട്ടിരിക്കുകയല്ലേ. പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് മുഖ്യമന്ത്രി പോയില്ലേ. അതുകൊണ്ട് ഞങ്ങളെ പണി മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയല്ലേ. ഒരു ധാരണ ഉണ്ടായി എന്നുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അതായത് ഒരാഴ്ചക്കകം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമരം അവസാനിപ്പിക്കുമെന്നൊരു ധാരണ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞങ്ങളങ്ങനെ ഒരു ധാരണയ്ക്ക് തയ്യാറില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ചർച്ചയ്ക്ക് പോകാതിരുന്നത്. ഞങ്ങളും UDF തമ്മിൽ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ ഇതുവരെ സന്നദ്ധമായിട്ടില്ല. ധാരണക്കൊന്നും ഞങ്ങളില്ല. രാജിവെക്കുക, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക. അനൗപചാരിക ചർച്ചകൾ വല്ലതും നടക്കുന്നു? ഞങ്ങളോട് ആരും സംസാരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ചർച്ച വിളിച്ചാൽ പോകുന്നുണ്ടോ? ഇല്ല, വിളിച്ച ഇതിനു വേണ്ടി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഇത് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. രാജിയുടെ തീയതി നിശ്ചയിക്കാനാണെങ്കിൽ അത് ഫോണിൽ സംസാരിച്ചാലും മതി. അല്ലെങ്കിൽ മുഹൂർത്തം ഇത്ര മണിക്ക് നല്ല സമയമാണോ എന്ന് ചോദിക്കാനാണോ ചർച്ച? എന്തായി മുഖ്യമന്ത്രി ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 9 ദിവസം ഞങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്തില്ല. ഒരു ദിവസം ചർച്ച ചെയ്തോ? അന്ന് ചർച്ച ചെയ്താൽ പോരായിരുന്നോ? ഇപ്പം ജനങ്ങളുടെ പ്രവാഹം കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് വൈകി ഉദിച്ചിട്ടുള്ളൊരു ചിന്തയാണ് ചർച്ചയാവാമെന്നുള്ളത്. അപ്പോൾ ഈ ചർച്ചയല്ല വേണ്ടത്, ഇത് തീരുമാനം എടുക്കുകയാണ് ഇനി മുഖ്യമന്ത്രി വേണ്ടത്. ഏതായാലും മുഖ്യമന്ത്രി രാജി എന്നല്ലാതെ അതിന് കുറഞ്ഞുള്ളൊരു ആവശ്യവും അംഗീകരിക്കുന്നില്ല. രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, അതാണ് ഞങ്ങളുടെ ആവശ്യം. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, അപ്പോൾ അതിൻ്റെ ഭാഗമായി രാജിവെക്കുക.